ഈ ഫ്യൂച്ചർ ഫെസ്റ്റിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു ടെക്നിക്കൽ സെഷനാണ് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം ഈ പ്രോഗ്രാമിന് ശേഷം നടക്കേണ്ടത്. പക്ഷെ സമയം നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഏതാണ്ട് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിപാടിയിൽ ഇനി കൺക്ലൂഡിങ് വാലിഡേറ്ററി സെഷനൊക്കെ നടക്കാനുണ്ട്. ചെയ്യാൻ പറ്റാവുന്ന ഒരേ ഒരു നീതി നമ്മളെ സമയം ചുരുക്കുക എന്നുള്ളതാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ടെക്നിക്കൽ സെഷൻ്റെ അത്ര സമയം എടുക്കാതെ കുറഞ്ഞ സമയത്ത് ഈ ഒരു സെഷനോട് നീതി പുലർത്തി കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് വളരെ വേഗം ഒരു 10-15 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഒരു പരിശീലനത്തിൻ്റെ പ്രത്യേകിച്ചും ഒരു ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അനുഭവത്തിൽ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകൾ അതിൻ്റെ സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ള സന്തോഷത്തിലിരിക്കുന്നൊരു സദസ്സാണ്. നിങ്ങൾ കുറേ ദിവസങ്ങളോളമായിട്ടുള്ള എഫേർട്ടാണ്. അതോടൊപ്പം അത് കണ്ട് അതിൻ്റെ ഭാഗമായി ഫ്യൂച്ചർ ഫെസ്റ്റിൻ്റെ കൂടെ ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമാണ് ഇവിടെ ഉള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സലൻസ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സ്ഥാപനങ്ങൾ മേഖലകളിലൊക്കെ പുതിയ കാലത്ത് എന്തുമാത്രം പ്രസക്തമാണ് എന്നതിനെക്കുറിച്ച് സംവദിക്കാനാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ നിങ്ങളിൽ എത്ര പേര് സ്ഥാപനങ്ങൾ നടത്തുകയോ ലീഡർഷിപ്പിലുള്ള ആളുകളാണോ എന്നുള്ളത് എനിക്കറിയില്ല. നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരൊന്ന് കൈവക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, എല്ലാ ട്രെയിനേഴ്സും. ഓക്കെ. പ്രൈവറ്റ് മേഖലകളിൽ, വിദ്യാഭ്യാസം അല്ലാത്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, കൈപോക്കാത്തോല്, കച്ചവടം ചെയ്യുന്നല്ല. ഓക്കെ, എനിവേ അപ്പം ഒരു മിക്സ് ഗ്രൂപ്പാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു ത്രെഡ് മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏത് മേഖലയിലാണെങ്കിലും, നിങ്ങൾ ബീറ്റ് എ പ്രൊഫഷണൽ ഏരിയ, ബീറ്റ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ബീറ്റ് ട്രെയിനിങ്, ഇനി എഡ്യൂക്കേഷണൽ മേഖല, സ്ഥാപനങ്ങൾ, എന്തെടുത്തു കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു പുതിയ കാലത്ത് ഏറ്റവും അനിവാര്യമായൊരു ബോധ്യമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ എഫക്റ്റീവായി ഫലപ്രദമായി നടത്താൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അതിലേക്ക് ഏറ്റവും ഗുണകരമായ ഒരു ലീഡർഷിപ്പ് എക്സലൻസ് കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ എഫിഷ്യൻസി ഉള്ളവരായി മാറുക. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 2 ഘടകങ്ങൾ മാത്രമാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും, നമ്മൾ ദൈനംദിനമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു. ചിലർ നേതൃത്വം നടത്തുന്നു, ചിലർ സംഘടനകൾ നടത്തുന്നു, സ്ഥാപനങ്ങൾ നയിക്കുന്നു, പല മേഖലകളിലുള്ള ബിസിനസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഇതൊക്കെ വി ആർ ഓൾ കണ്ടിന്യൂയിങ് ഓൺ എ റെഗുലർ ബേസിസ്. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് എഫിഷ്യൻസി കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ളൊരു ടാർഗറ്റാണെന്ന് വിചാരിക്കുക. ഓൾവേസ് യു വിൽ ബി ഹാവിങ് 2 ഓപ്ഷൻസ്. ഒന്ന്, നിങ്ങളെ മുന്നിലുള്ള 2, സാധാരണഗതിയിൽ നമ്മുടെ മുന്നിലുള്ള 2 സാധ്യതകളാണ്. ഒന്നിനെ നമ്മൾ ചാൻസ് എന്ന് വിളിക്കും, രണ്ടാമത്തേനെ നമ്മൾ ചോയ്സ് എന്ന് വിളിക്കും. നമ്മളൊരു ലീഡർ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ, ഇനി അല്ലെങ്കിൽ ഒരു സോഷ്യൽ എഞ്ചിനീയർ എന്ന നിലയിൽ, ഒരു സോഷ്യൽ കാറ്റലിസ്റ്റ് എന്ന നിലയിൽ നമ്മുടെ മുന്നിൽ വരുന്നത് കൂടുതൽ ചാൻസസ് ആണോ ചോയ്സസ് ആണോ? വാട്ട് യു ഫീൽ? ചാൻസസ് ആർ മോർ ഓർ ചോയ്സസ് ആർ മോർ? ചാൻസസ് ആണ് കൂടുതൽ. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ചാൻസിനെയാണോ ചോയ്സിനെയാണോ? ചോയ്സാണ്. ചാൻസ് ആണെന്ന് അഭിപ്രായമുള്ളവരൊന്ന് കൈവക്ക്. ചോയ്സാണെന്ന് അഭിപ്രായമുള്ളവർ കൈവക്ക്. നിങ്ങൾ ശരിയില്ല, നിങ്ങൾ പൊക്കാത്തതിൽ കുറേ ആളുണ്ട്. ഈ ചാൻസും ചോയ്സും ആണെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളൊരു തീരുമാനത്തിലെത്ത് എന്നിട്ട് കൂടാന്നുള്ളതാണോ? നോക്കുക, നമ്മുടെ മുന്നിൽ 2 ഉണ്ടാവും. ഒന്ന്, there are chances in front of you, there are choices in front of you. Chances are always n number of chances will be there. ഇപ്പം നിങ്ങളുടെ ചോയ്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ചോയ്സും ചാൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ചാൻസ് നമ്മൾ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നമുക്കിങ്ങനെ നിരവധി കണ്ടുകൊണ്ടിരിക്കും, നിരവധി അനുഭവിക്കാൻ കഴിയും, നിരവധി നമ്മുടെ മുന്നിൽ എൻകൗണ്ടർ ചെയ്തുകൊണ്ടേയിരിക്കും. ചോയ്സസ് എന്ന് പറയുന്ന പലപ്പോഴും 2 ഉണ്ട്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് എന്നതാണ് ചോയ്സിൻ്റെ പ്രത്യേകത. ഇപ്പം തന്നെ ഇവിടെ ഒരു സെഷൻ നടക്കുകയാണ്. ഇവിടെ ചാൻസസ് കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ ചാൻസസ് ഉള്ളതാണ്, നിങ്ങൾക്ക് സ്റ്റാൾ കാണാൻ പോവാം, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം, അവിടെ പോയി ഇരുന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് പോയി നിസ്കരിക്കാൻ പോവാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യാം, ഫോൺ വിളിച്ചിരിക്കാം. ഇങ്ങനെ 100 ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ, 100 ആളുകൾക്ക് n നമ്പർ ഓഫ് ചാൻസസ് ഉണ്ടാവും. പക്ഷെ ചോയ്സ് 2 ഉള്ളൂ. ഒന്നുകിൽ ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ കേൾക്കാതിരിക്കുക. കേൾക്കാൻ തീരുമാനിച്ചാൽ അതിനുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുക അല്ലാതെ വേറെ വഴി ഇല്ല. കേൾക്കണ്ട തീരുമാനിച്ചാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഇഷ്ടം പോലെ ചോയ്സസും ചാൻസസും മുന്നിലുണ്ടാവും. പക്ഷെ ചാൻസസിൽ നിന്ന് അരിച്ചെടുത്ത് നിങ്ങളെ മുന്നിൽ തരുന്ന 2 ഓപ്ഷനാണ് ചോയ്സ് എന്ന് പറയുന്നൊരു സംഗതി. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ് എ ലീഡർ we are dealing with chances and we rarely find chances to address the choices എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു പരിമിതി.
ചാൻസസ് ഇഷ്ടം പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ അതിൽ നിന്ന് ചോയ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും എന്നിട്ട് അതിൽ നിന്നൊരു തീരുമാനമെടുക്കാനും നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഫെയിലിയറിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഒരു സ്ഥാപനം നടത്തുകയാണ്, ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കുകയാണ്, നിങ്ങളൊരു ദൗത്യം ഏൽപ്പിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകണം. അവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടു മെനി ചാൻസസ് മുന്നിലുണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് ഹാൻഡ് പിക്ക് ചെയ്തിട്ട് 2 ചോയ്സ്, ഒന്നുകിൽ നന്നായി നടത്തുക അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പോലെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇവിടെ നന്നായി നടത്തുക എന്ന ചോയ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എഫേർട്ട് ഇടേണ്ടി വരും, കൂടുതൽ എഫക്റ്റീവ് ആകാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും, കൂടുതൽ എക്സലൻ്റായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടി നിരന്തരമായ നമ്മളുടെ എഫിഷ്യൻ്റായ കോൺട്രിബ്യൂഷൻസ് തുടർന്നുകൊണ്ടേയിരിക്കേണ്ടി വരും. ഒന്നാമത്തെ സംഗതി, ചേസ് യുവർ ചോയ്സ് നോട്ട് യുവർ ചാൻസസ്. നിങ്ങൾക്ക് ജയിച്ച് കയറണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ചാൻസസിൻ്റെ പിറകെ പോവുകയല്ല, ചോയ്സസിൻ്റെ പിറകെ പോകാനുള്ള ധൈര്യം കാണിക്കുക. ചോയ്സസിൻ്റെ പിറകെ പോകണമെങ്കിൽ നിങ്ങളെ കോമൺ സെൻസ് വർക്ക് ചെയ്യണം, നിങ്ങൾ ചുറ്റുമുള്ള കാലത്തെയും ലോകത്തെയും വിലയിരുത്താൻ പറ്റണം. അത്തരം അവസരങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങൾ കാലത്തിനനുസരിച്ച് കൂടുതൽ പ്രഭയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഫോക്കസും ആ അർത്ഥത്തിലുള്ള മാറ്റവും നമ്മൾ കാണിക്കേണ്ടി വരും. അങ്ങനെ കാണിക്കുമ്പോൾ മാത്രമേ നമുക്ക് ചോയ്സിനെ കാണാൻ കഴിയൂ. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളുടെ ചെറുപ്പകാലം മുതൽ കേൾക്കുന്നൊരു കഥയുണ്ട്. ഇപ്പോൾ തൊപ്പി വെക്കാൻ പോകുന്ന ഒരു ചങ്ങാതി, അയാളെ തൊപ്പിയായിട്ട് മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന സമയത്ത് കുരങ്ങന്മാർ വരുന്നു, തൊപ്പി എടുത്തു പോകുന്നു. ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾ ഭാഗ്യത്തിന് അരയിലൊരു തൊപ്പി ഉണ്ടായിരുന്നു, ആ തൊപ്പി എടുത്ത് എറിയുമ്പോൾ കുരങ്ങന്മാർ മുഴുവൻ തൊപ്പിയും തിരിച്ചറിയുന്നു. ആര് ജയിക്കുന്നു? ഇയാൾ ജയിക്കുന്നു, കുരങ്ങന്മാർ ഐസാവുന്നു. ഈ തലമുറയിൽ അയാളെ മകൻ ഇതേ പണിയായിട്ട് ഇറങ്ങാണ്. അപ്പോൾ വാപ്പ ഇവനോട് പറഞ്ഞു, മോനെ ഈ പോയിക്കോ, പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇങ്ങനൊരു അബദ്ധം ഉണ്ട്. എന്ന് പറഞ്ഞാൽ തൊപ്പി നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ ഈ കുരങ്ങന്മാർ വന്നിട്ട് എന്ത് ചെയ്യും? എടുത്തോണ്ടും. അതുകൊണ്ട് എപ്പോഴും അരയിലൊരു തൊപ്പി വേണം. അപ്പോൾ ധൈര്യത്തിൽ ഉറങ്ങാം. കാരണം ഈ സാധുക്കൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഈ എറിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ കുരങ്ങന്മാർ മുഴുവൻ തൊപ്പിയും തിരിച്ചറിയും. നമുക്കറിയാലോ, പുതിയൊരു ടെക്നിക്കോ ബുദ്ധിയോ വിദ്യയോ പഠിച്ചാൽ അതെങ്ങനെയൊക്കെ പയറ്റാനുള്ളൊരു വ്യഗ്രത നമുക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ചങ്ങായിക്ക് ഇത് വാപ്പ പറഞ്ഞു കൊടുത്ത മുതൽ ഇത് എവിടെന്നെങ്കിലുമൊക്കെ പയറ്റിയിട്ടൊന്ന് കാണണമല്ലോ എന്നുള്ള രീതിയിൽ ഈ കുരങ്ങിനെ തേടി ഇങ്ങനെ നടക്കും. പക്ഷെ കുരങ്ങിനെ കാണുന്നിടത്ത് ഇവനിക്ക് ഉറക്കം വരില്ല, ഉറക്കം വരുന്നിടത്ത് കുരങ്ങും ഉണ്ടാവില്ല. അവസാനം കുറച്ച് കുരങ്ങന്മാരെ കണ്ടപ്പോൾ അവിടെ പോയി ഉറക്കം നടിച്ച് കിടന്നു. താഴെ കിടന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കി, മൊത്തം കുരങ്ങ് മുകളിലുണ്ട് എന്ന് കണ്ടപ്പോൾ ഇവൻ കണ്ണു തുറന്നു. മെല്ലെ ഇവൻ ഇങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ഈ ചെങ്ങായിമാരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ മാറുന്നു. ആ ഉപ്പ പറഞ്ഞതുപോലെ, അച്ഛൻ പറഞ്ഞതുപോലെ ആ കുരങ്ങന്മാർ മുഴുവൻ വന്ന് കൊട്ടയിൽ നിന്ന് മുഴുവൻ തൊപ്പി എടുത്തിട്ട് മുകളിലോട്ട് പോയി. മുകളിലെത്തി കൊമ്പിലിരുന്ന് ഇവരിങ്ങനെ തൊപ്പിയെടുത്ത് പോയി എന്ന് ധൈര്യം വന്നപ്പോൾ, ഉറപ്പ് വന്നപ്പം ചങ്ങായി എന്ന് വെച്ചാൽ പെട്ടെന്ന് കണ്ണു തുറന്നു, ചാടി എണീറ്റിട്ട് അരേന്നൊരു തൊപ്പി എടുത്തിട്ട് ഒരൊറ്റ ഏറ് കൊടുത്തു. എറിഞ്ഞപ്പം കൂട്ടത്തിലെ വലിയൊരു കുരങ്ങ് ആ തൊപ്പിയും കൂടി ചാടിങ്ങി പിടിച്ചു. ഒറ്റ തൊപ്പിയും തിരിച്ചറിഞ്ഞില്ല. ഇവനെ നോക്കി ഇങ്ങനെ കുടുകൂടാച്ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ചങ്ങാതി ആകെ കുടുങ്ങി. കാരണം ആകെ അറിയാവുന്നൊരു വിദ്യയാണിത്. ഈ 18ാം അടവും പൊട്ടിക്കിടക്കുമ്പോൾ ഇനി എന്ത് ചെയ്യുന്നറിയില്ല, തൊപ്പി മുഴുവൻ മുകളിലുള്ളത്, ഇവൻ താഴെയും. അപ്പോൾ ഇവനിങ്ങനെ ആലോചിച്ചിട്ട് എന്ത് പറ്റിയെന്ന് ആലോചിച്ചിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു തള്ളക്കുരങ്ങ് തൻ്റെ കുഞ്ഞിനോട് പറയുന്ന ഒരു ഡയലോഗ് ഇങ്ങനെ കേൾക്കുകയാണ്. ഇവൻ്റെയൊക്കെ വിചാരം നമുക്കൊന്നും തന്താരില്ല എന്നുള്ളതാണ്. ഇവന് പറഞ്ഞു കൊടുക്കാൻ ഒരു തന്ത ഉണ്ടെങ്കിൽ മോനെ ഇങ്ങനെ എറിയരുത് എന്ന് പറഞ്ഞാൽ പറ്റിയ തന്ത ഞങ്ങൾക്കും ഉണ്ട്. ജനറേഷൻ ഈസ് ടീച്ചിങ് എവ്രി വൺ ഓൺ എ റെഗുലർ ബേസിസ്. നമ്മൾ മാറുന്നില്ല, പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല, മാറ്റം വരുത്തുന്നില്ല എന്ന് വിചാരിച്ച് ലോകം മാറാതിരിക്കൊന്നുമില്ല. സാഹചര്യങ്ങൾ മാറാതിരിക്കില്ല, മനുഷ്യർ മാറാതിരിക്കില്ല, ചുറ്റുപാടുകൾ മാറാതിരിക്കില്ല. എവ്രിതിങ് ഓൺ എ റെഗുലർ ബേസിസ്, ഓൺ എൻ എവ്രിഡേ ബേസിസ് എല്ലാം മാറിക്കൊണ്ടിരിക്കും. നമ്മൾ മാറുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ ആ സാഹചര്യത്തിൽ നമ്മളിങ്ങനെ കടന്ന് പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരൊറ്റ ഉദാഹരണങ്ങൾ ആലോചിച്ച് നോക്ക്. യു ക്യാൻ വിൻ വായിച്ചവരൊക്കെ ഒന്ന് നോക്കിയേ. യു ക്യാൻ വിൻ വായിച്ചില്ല? യു ക്യാൻ വിൻ, നിങ്ങൾക്കും ജയിക്കാമെന്ന ശിവകേരയുടെ പുസ്തകം വായിച്ചവർ വായിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിലും അതിലെ കഥകളൊക്കെ നിങ്ങൾ പ്രസംഗത്തിലും ക്ലാസ്സിലും പറയുന്നുണ്ടാവും. എന്താ ഘടകം എന്ന് വെച്ചാൽ ട്രെയിനിങ് തുടങ്ങുന്ന ആൾക്കാർ മുഴുവൻ ഉപയോഗിക്കുന്ന കഥകളാണ് ഈ യു ക്യാൻ വിനിലെ കഥകൾ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്കൂളിലെ കുട്ടികളോടൊക്കെ പോയിട്ട് നിങ്ങൾ മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് എണീറ്റുന്ന 2 സംഗതിയാണ് പുതിയ ജനറേഷന് തീരെ താല്പര്യമില്ലാത്ത സംഗതി. ഒന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്, അതൊന്ന് കേട്ടാൽ തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ ഈ ഭാഗത്ത് വരില്ല. രണ്ടാമത്താണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ക്ലാസ്. ഇത് രണ്ടും ആൾക്കാർ ഇതിൻ്റെ എല്ലാ മോട്ടിവേഷനും പോയി കിടക്കുന്ന ഒരു സാധനമാണ് ഈ രണ്ടും. നിങ്ങളും ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഈ പദം ഉപയോഗിച്ചിട്ട് പോകുമ്പോൾ ആലോചിക്കുന്നത് നല്ലതാണ്. കാരണം സദസ്സിൽ നിന്നൊരു നോട്ടം ഉണ്ടാവും. നിങ്ങൾ ഏത് തരത്തിൽ നമ്മളെ സമയത്തോളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തെ വളരെ ക്രിട്ടിക്കലായി പുതിയ ജനറേഷൻ പ്രത്യേകിച്ച് നോക്കും. കാരണം ഇത് കൺവെൻഷനായി നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ ചാൻസാണ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികൾ, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ, അത് നിങ്ങളിങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും.
നിങ്ങൾ ചോയ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ പുതിയ കാലത്തെ ഏറ്റവും നൂതനമായ, ഏറ്റവും ആധുനികമായ, ഏറ്റവും പ്രത്യേകമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയിട്ട് നമ്മുടെ ക്ലാസ്സിലും നമ്മുടെ പരിശീലനങ്ങളിലും നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ ചിന്തകളിലും ഒക്കെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ആ റെലവൻസ് നിങ്ങൾ അങ്ങനെ വരുമ്പോൾ പുതിയൊരു കാലത്ത് നിങ്ങൾ ട്രെയിനർ എന്ന ആംഗിൾ, കൂടുതൽ അവർ ട്രെയിനേഴ്സ് ആയതുകൊണ്ടാണ് പറയുന്നത്, ട്രെയിനർ എന്ന ആംഗിളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, 2015-ലോ 12-ലോ അല്ലെങ്കിൽ 2010-ലോ 5-ലോ ഒരുപക്ഷെ പരിശീലകരുടെ കൈപ്പുസ്തകമായി മുന്നിലുണ്ടായിരുന്ന യു ക്യാൻ വിന്നിലെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഇൻസ്പിറേഷണൽ സ്റ്റോറികളിൽ നിന്ന് മാറി 2025-ൽ എത്തി നിൽക്കുന്ന നമ്മുടെ മുന്നിൽ എന്തെല്ലാം പുതിയ കാഴ്ചകൾ, പുതിയ സാധ്യതകൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ അറിവുകൾ നമ്മുടെ മുന്നിലുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. ഒരു പരിശീലനത്തിന്റെ വിഷയം മാത്രം എടുത്താൽ, നിങ്ങൾ ലീഡർഷിപ്പ് ആണെങ്കിൽ ഒരു 10 വർഷം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ അല്ല 2025-ൽ ഒരു തലമുറ കൊണ്ടു നടക്കേണ്ടത്. ഈ തലമുറയുടെ സാധ്യതകൾ മാറുകയാണ്, അവരുടെ അനുഭവങ്ങൾ മാറുകയാണ്, അവർ കാണുന്ന രീതി മാറുകയാണ്, എല്ലാം മാറുകയാണ്. ആ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമുക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക? 2 തരത്തിലാണ് മനുഷ്യരെ അടയാളപ്പെടുത്തുക. ഒന്ന് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയും. അതൊരു കാലമായിരുന്നു, നമ്മളൊക്കെ കണ്ടതാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ആരോഗ്യമുള്ളവൻ കാര്യക്കാരൻ, പൈസ ഉള്ളവൻ കാര്യക്കാരൻ. അങ്ങനെ കയ്യൂക്കുള്ള ഫിറ്റസ്റ്റ് ആയ ആളുകൾ ലോകത്തെ നയിക്കുകയും ജയിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം നമുക്കൊക്കെ അറിയാം. ഇന്ന് അതൊക്കെ മാറി. പുതിയ കാലത്തിൻ്റെ പ്രത്യേകത ഫിറ്റസ്റ്റ് അല്ല, അതുകൊണ്ട് മാത്രമൊന്നും നിങ്ങൾക്ക് എവിടെ എത്തിപ്പെടാൻ കഴിയില്ല. നേരെ മറിച്ച് സർവൈവൽ ഓഫ് ദ ഫാസ്റ്റേഴ്സിൻ്റെ കാലമാണ്. ഏറ്റവും വേഗത്തിൽ ആര് ഓടിയെത്തുന്നു അവരുടേതാണ് ഈ ലോകം. ഫാസ്റ്റസ്റ്റ് 21st സെഞ്ചുറി നമ്മൾ പറയുമെങ്കിലും സത്യത്തിൽ ഈ സെഞ്ചുറി 21st സെഞ്ചുറിയാണ്. എല്ലായിടത്തും ഫാസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ ഒരു കാലത്ത് പുതിയ അതിദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന, വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, വലിയ അർത്ഥത്തിൽ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്ത് എങ്ങനെയാണ് നമുക്ക് ഈ ഫാസ്റ്റസ്റ്റ് ആയ ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുക? ഈ അതിവേഗതയിൽ ഓടുന്ന ലോകത്തെ നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? ആ ലോകത്തെ നമുക്ക് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക? ആ ലോകത്തിൽ നമുക്ക് എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരാൻ കഴിയുക? ആ ക്വസ്റ്റ്യനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും ചോദിക്കേണ്ടത്. വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ പുതിയ കാലത്തെ വേഗതയേറിയ ഓട്ടത്തിനിടയിൽ നിങ്ങൾക്ക് റെലവൻ്റായി നിലനിൽക്കാൻ പറ്റുന്ന രീതിയിലാണോ നിങ്ങളെന്ന പ്രിൻസിപ്പൾ ആ സ്ഥാപനത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളെന്ന മാനേജർ ആ സ്ഥാപനത്തിന് അലകും പിടിയും കൊടുത്ത് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളെന്ന സംഘാടകൻ ഒരു പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ ഏറ്റെടുത്ത ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ എഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുക എന്നുള്ളതാണ്. 2025-ൽ ഒരു പണി ചെയ്യുമ്പോൾ 2030-ൽ ഏറ്റവും ചുരുങ്ങിയത് 2027-ലെങ്കിലും പ്രസക്തമാകുന്ന നിലപാടുകൾ നിങ്ങളുടെ കയ്യിൽ വേണം. 2027-ലെങ്കിലും റെലവൻ്റ് ആകുന്ന പോളിസികൾ നിങ്ങളുടെ കയ്യിൽ വേണം. 2027-ലെങ്കിലും പ്രസക്തമായ സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിൽ വേണം. പക്ഷെ ഇന്ന് പലതരത്തിലും ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നം 2020-ൽ പ്രായോഗികമായ സ്ട്രാറ്റജിയും പിടിച്ചിട്ടാണ് 2025-ൽ പ്രവർത്തനം നടത്തുന്നത്. 2015-ൽ റെലവൻ്റായ കൺസെപ്റ്റാണ് 2025-ൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആരംഭിക്കുന്നത്. ഇത് നമ്മുടെ പരാജയമാണ്. ഇത് നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ്. വേഗത്തിലോടുന്നൊരു കാലത്ത് അതിനോടൊപ്പം ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കാഴ്ചകളും ചിന്തകളുമെങ്കിലും നമ്മളൊരു ഫാസ്റ്റസ്റ്റ് ആയ ഒരു ലോകത്തെ സമീപിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ടാണ് നിങ്ങൾ ലോകരാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു APJ കലാം കൊണ്ടുവന്ന 2000 വിഷൻ 2020 എന്നതല്ലാതെ ആ കാലഘട്ടത്തിൽ ദീർഘദർശിത്വമുള്ള കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ ഇങ്ങനെ ഇവിടുത്തെ ഒരു ഇലക്ഷൻ ഘടനയുടെ സ്വഭാവം ഉണ്ടാവാം, ദീർഘമായ കാഴ്ചപ്പാടുകൾ പലപ്പോഴും ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 5 വർഷത്തെ പദ്ധതികളാണ് ഏറ്റവും മാക്സിമം നമ്മുടെ ലോങ്സ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ലോകരാജ്യങ്ങൾ എടുത്തു നോക്ക്. വിഷൻ 2030, വിഷൻ 2040, അല്ലെങ്കിൽ വിഷൻ 2020, വിഷൻ 2025, എല്ലാവരും 10, 15, 20 കൊല്ലം മുപ്പുറമുള്ള ഒരു ലോകത്തിന് വേണ്ടി ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങാൻ. എത്ര രാജ്യങ്ങൾ ഉദാഹരണങ്ങളുണ്ട്. ഒരു വേൾഡ് കപ്പ് കൊണ്ടുവരണമെന്ന് മാത്രം തീരുമാനിച്ച് ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്ത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയത് 10 വർഷങ്ങൾക്ക് മുമ്പാണ്. 2030 വേണ്ടിയാണ് ഇന്ന് സൗദി അറേബ്യ അതിൻ്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2040 UAE ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ മുഴുവൻ ഘടനയെടുത്താൽ 10, 15 വർഷങ്ങൾക്കപ്പുറമുള്ള ലോകത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച്, സംവിധാനങ്ങളുടെ സാധ്യതകളെക്കുറിച്ച്, സ്ഥാപനങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് ഒരു 5 വർഷത്തിനപ്പുറത്തേക്ക് പേഴ്സണൽ അജണ്ടയുള്ളവർ നമ്മളിൽ എത്ര പേരുണ്ടാവും? നിങ്ങൾ ആലോചിക്കും. ഒരു 5 വർഷത്തിനപ്പുറത്ത് ഞാനിരിക്കുന്ന പൊസിഷനിൽ ഒരു ഫോക്കസ്ഡ് അജണ്ടയുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ടാക്കാൻ ആലോചിച്ചു. ഞാൻ പലയിടത്തും പറയും, എന്നോട് പറയും അങ്ങനെയൊന്നുമില്ല, നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, മരിച്ചുകൊണ്ടതല്ലേ, അങ്ങനെ നമ്മൾ നാളത്തെ പറ്റിയൊന്നും ആലോചിക്കാൻ പാടില്ല എന്നൊക്കെ പറയും.
പക്ഷേ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില സംഗതികളിൽ മാത്രമേ ഈ ഈമാൻ്റെ കടുപ്പമൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. 10 കൊല്ലം കഴിഞ്ഞിട്ട് വാങ്ങേണ്ട കാറിനെ പറ്റിയിട്ടൊക്കെ സങ്കടം ഉണ്ടാവും, മനസ്സിൽ സങ്കല്പം ഉണ്ടാവും. 10 കൊല്ലം കഴിഞ്ഞിട്ട് കെട്ടേണ്ട വീടിനെ പറ്റി സങ്കല്പം ഉണ്ടാവും. 20 വയസ്സാണെങ്കിൽ കല്യാണം കഴിക്കേണ്ട 6 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കല്യാണം ഇന്ന് നടന്ന പോലെ മനസ്സ് കൊണ്ടിടക്കൊക്കെ ചെയ്യും. അതൊക്കെ ഉണ്ടാവും. പക്ഷെ ലൈഫിൽ പ്രൊഫഷണലി ഫോക്കസ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആവില്ല. ഇതൊരു ഫ്യൂച്ചർ ഫെസ്റ്റാണ്. എനിക്ക് പറയാനുള്ളത് മാത്രമാണ്, നിങ്ങൾ ഫോക്കസ് ഓൺ യുവർ ഫ്യൂച്ചർ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ, ഈ ഭൂമിയിൽ നിങ്ങളുടെ കയ്യിൽ ഒരു തൈ തന്നിട്ട് വസല്ലി സ്വലാത്ത മുവദ്ദിഅ, നിങ്ങൾ വിട പറയുന്നവൻ്റെ നമസ്കാരം, ആരാധന നിങ്ങൾ നിസ്കരിക്കണം. കാരണം സ്വലാത്ത് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇനിയും കുറേ കാലം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിക്കേണ്ട, ഇത് ലാസ്റ്റ് നിസ്കാരമാണെന്നുള്ള ബോധ്യത്തിൽ നിസ്കരിക്കുക. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു തൈ ആണെങ്കിൽ ആ തൈ നടുന്ന സമയത്ത് ഇത് നാളെ ഖിയാമത്ത് നാളല്ലോ എന്ന് അറിഞ്ഞാൽ, ഇത് നാളെ തീരുമല്ലോ എന്ന് അറിഞ്ഞാൽ നിങ്ങളത് നടാതിരിക്കേണ്ട, നിങ്ങൾ നട്ടുകൊള്ളുക. കാരണം ക്രിയേറ്റിവിറ്റി ഫോർ ലോങ് ടൈം. മറിച്ച് സബ്മിഷൻസും മനുഷ്യൻ്റെ ഡ്യൂട്ടിയും ദൗത്യങ്ങളും ഒക്കെ അന്നന്നത്തെ സമയത്തിന് വേണ്ടിയാണ്. ആരാധനകൾ ഈ നിമിഷത്തിൻ്റെതാണ്. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക്കാണ്. അത് ലോകത്തേക്ക് നമ്മളുള്ള കാലത്തോളം പോകേണ്ടതാണ്. അങ്ങനെ പോകുന്നൊരു കാലമായിരുന്നു നമ്മുടെ പൂർവികരുടെ കാലം. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ലോകത്തിൻ്റെ മനോഹാരിതകളും, ഈ റോഡരികിലൂടെ കാണുന്ന വലിയ മരങ്ങളും, വലിയ തണലും, ഈ ഗാർഡനുകളിൽ കാണുന്ന വലിയ തണൽ മരങ്ങളും, വീടുകളിൽ കാണുന്ന വലിയ പഴക്കമേറിയ മാമ്പഴങ്ങളും ഒക്കെ നമ്മളുടെ ജീവിതത്തിലും നാട്ടിലൊക്കെ നമ്മൾ കാണുന്നത് ഒരു കാലത്ത് മനുഷ്യരെങ്ങനെ ദീർഘദർശിത്വത്തോടെ ചിന്തിച്ചതുകൊണ്ടാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, വീടിൻ്റെ ഉമ്മറത്ത് ഒരാൾ തൈയുമായി വന്നാൽ, നിങ്ങളൊരു നഴ്സറിയിൽ ചെന്നാൽ നിങ്ങൾക്ക് ഒരു മാംഗോസ്റ്റിൻ തൈ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതൊരു 20 കൊല്ലം കൂടുമ്പോൾ പഴം ഉണ്ടാകുന്ന ഒരു തൈയാണ് മാംഗോസ്റ്റിൻ. ഇന്ന് നഴ്സറി പോയിട്ട് മാംഗോസ്റ്റിൻ്റെ തൈൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും? ഇതൊരു 3 കൊല്ലം കൊണ്ട് കായ് തരുമെങ്കിൽ മാത്രമേ മാംഗോസ്റ്റിൻ വാങ്ങിക്കൊണ്ട് നടാൻ പോലും നമ്മൾ റെഡി ആവുള്ളൂ. തെങ്ങ് വീട്ടിലെത്തിയാൽ നമുക്കറിയാം ദീർഘകാലം അടുത്ത തലമുറക്കുള്ളതാണ് ഓരോ തൈയും. ഇന്ന് തെങ്ങ് നടുന്ന സമയത്ത് കാരണവന്മാർ വരെ പറയണത്, മോനെ 2-3 കൊല്ലം ഉണ്ടെങ്കിൽ മതി, കാരണം മക്കൾ പറിക്കുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, ഞാൻ തന്നെ പറിച്ചിട്ട് പോകേണ്ട വരും. കാരണം നാളത്തേക്ക് നീക്കി വെക്കുന്ന സാധനമില്ല. ഫ്രൂട്ട്സ് നമ്മൾ 2 കൊല്ലത്തേക്കാണ്, തെങ്ങ് നമ്മൾ 3 കൊല്ലത്തേക്കാണ്, നമ്മൾ നടന്ന മാംഗോസ്റ്റിൻ പോലും 3-4 കൊല്ലത്തേക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ പുതിയ കാലത്തെ സമൂഹത്തിന് ഫ്യൂച്ചർ എന്ന് പറയുന്നത് പ്രസൻറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ദീർഘകാലത്തിലുള്ള ഒന്നാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്താ? വിശ്വാസികൾക്ക് എന്തിനു മറ്റൊരു തെളിവ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം, ജനിച്ചു വീഴുന്ന മനുഷ്യരോട്, ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരോട്, ആദം നബി മുതലുള്ള സമൂഹത്തോട് പറയുന്നത് നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് എന്നുള്ളതാണ്. സ്വർഗം എന്ന് പറയുന്നത് എത്ര ലോങ് റിയാലിറ്റിയാണ്, എത്ര വലിയ ഡിസ്റ്റൻ്റ് റിയാലിറ്റിയാണ്. ആ ഡിസ്റ്റൻ്റ് റിയാലിറ്റിയെ അടുത്തുള്ളതുപോലെ അനുഭവിപ്പിക്കുകയും അവതരിപ്പിക്കുകയും കണക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ നന്ദിയുള്ളവരും നന്മയുള്ളവരുമാകണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മനുഷ്യനിൽ 2 ഘടകങ്ങൾ പ്രധാനമാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിസ്റ്റിക്കായ ഫോക്കസ് ഉണ്ടാവുക. സ്ഥാപനങ്ങളിലാണെങ്കിലും വ്യക്തികളിലാണെങ്കിലും നടത്തുന്ന ഏത് പ്രവർത്തനങ്ങളിലും നിങ്ങൾ ലോങ് ആയ പിക്ചറുകൾ കാണാൻ ശ്രമിക്കുക. ഇവിടെ ഇരുന്ന് ഒരു 10 വർഷത്തിനപ്പുറമുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാധ്യതകളെ കുറിച്ച് കാണുക. അങ്ങനെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത്തരം ഈ ഒരു നമ്മളിപ്പോൾ കൊണ്ടുനടക്കുന്ന ഈ ബേസിക്കായ സ്ട്രക്ചർ മതിയാവില്ല നമുക്ക് മുന്നോട്ട് പോകാൻ. നമ്മൾ കുറച്ചുകൂടി ഉശിരോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി നമ്മൾ മാറി പണിയേണ്ടി വരും, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും, പുതിയ കാലത്തിനനുസരിച്ച് പ്രതികരിക്കേണ്ടി വരും, വലിയ ചലനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഈ ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ ഒരു ലോകത്ത് നമ്മൾ വല്ലാത്ത മാറ്റങ്ങൾക്ക് വിധേയമാകും. നിങ്ങൾക്കിരിക്കാവുന്ന പുതിയ കാലത്തിൻ്റെ സാധ്യതകളെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കാണാൻ കഴിയും. നിങ്ങളൊരു പരിശീലനത്തിന് പോയാൽ ആളുകളുടെ മുന്നിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി എഴുന്നേറ്റെന്നാൽ സത്യത്തിൽ ഇന്ന് ആളുകൾ ചോദ്യം ചോദിക്കുന്നത് പോലും ഉത്തരം കിട്ടാനല്ല, വാലിഡേറ്റ് ചെയ്യാനാണ്. നിങ്ങൾക്കറിയുമെന്ന് ഓൽക്കൊന്ന് അറിഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ആ ചോദ്യം ചോദിക്കുമ്പോഴേക്ക് നിങ്ങളൊരാളെ ഉപദേശിക്കാൻ, നിങ്ങളൊരു കൗൺസിലിംഗൊക്കെ പോയാൽ, ട്രെയിനിങ്ങിനൊക്കെ പോയാൽ നിങ്ങളൊരു ഉപദേശം കൊടുക്കുമ്പോഴേക്ക് ഓല് മെറ്റയിലോ ChatGPT-യിലോ അടിക്കും, ഇയാൾ ഈ പറയുന്നത് ശരിയാണോ എന്നുള്ളത്. വാലിഡേറ്റ് ചെയ്തിട്ട് മാത്രം വിശ്വസിക്കുന്ന ഒരു ജനറേഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ജനറേഷൻ്റെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അവരെക്കാൾ റെലവൻ്റായി മാർക്കറ്റിൽ സജീവമാകണം. ഏറ്റവും പുതിയ കാലത്തെ സാധ്യതകളെ പഠിച്ചെടുക്കാൻ നമ്മൾക്ക് തയ്യാറാവണം. വായനയും അറിവിൻ്റെയും പുതിയ സാധ്യതകളെ മുഴുവനും നമുക്ക് നവീകരിക്കാൻ കഴിയണം. നമ്മൾ കേവലം ഒരു മിനിമൽ ഇൻഫർമേഷൻസ് കൊണ്ട് നമുക്ക് ലോകത്ത് കീഴടക്കാൻ കഴിയില്ല. എത്ര ഡെപ്തോടുകൂടി നിങ്ങൾക്കൊരു മേഖലയെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നോ, സ്പെഷ്യലൈസ് ചെയ്യാൻ കഴിയുന്നോ, അത്രയായിരിക്കും നിങ്ങളുടെ സാധ്യത. പരിശീലകരും പ്രഭാഷകരും അല്ലെങ്കിൽ നേതാക്കളും വിദ്യാഭ്യാസ സാമൂഹിക മേഖലയിൽ പെടുന്നവരൊക്കെ ഉണ്ടാകുന്ന ഒരു പൊതു അബദ്ധം എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ എന്ന സാധ്യത നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മൾ എല്ലാത്തിനെയും ജനറലൈസ്ഡ് ആയിട്ട് കാണുന്നു. ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ പ്രൂവൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾക്ക് ചില പ്രൂവൺ റിയാലിറ്റീസ് ഉണ്ടാവണം, എക്സ്പേർട്ട് ക്വാളിറ്റീസ് ഉണ്ടാവണം, നമ്മളെ സമയത്ത് എഫിഷ്യൻ്റായ ചില സോണുകൾ നമ്മൾക്ക് ഉണ്ടാവണം.
ഈ തലത്തിലേക്ക് പോകുമ്പോഴാണ് ഞാനീ പറഞ്ഞ രൂപത്തിൽ ഫ്യൂച്ചറിസ്റ്റിക്കായ ഒരു ലോകത്തെയും കാലത്തെയും നമുക്ക് കാണാൻ പറ്റുക. ആ വരുന്ന ഒരു സമൂഹത്തിന് മാത്രമേ എഫിഷ്യൻ്റ് ആയ ഒരു തലമുറയെ നവീകരിക്കാൻ പറ്റുക. അവർക്കൊരു ലോകത്തെ അർത്ഥത്തിൽ ചിട്ടപ്പെടുത്താൻ പറ്റുക. അങ്ങനെ ദീർഘമായ കാലത്തെ സ്വപ്നം കാണാൻ കഴിയുന്ന, വിശാലമായ സ്വപ്നങ്ങളെ മനസ്സിലിങ്ങനെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന, അതിതീവ്രമായി ആലോചിക്കുന്ന, അതിശക്തമായ സ്വപ്നങ്ങൾ കൊണ്ടുനടക്കുന്ന, പരമാവധി ഇത്തരം സാധ്യതകളെയും പുതിയ കാലത്തിൻ്റെ നവീനമായ ആശയങ്ങളെയൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വ്യക്തികളും മനുഷ്യരുമായി മാറാൻ നമ്മൾക്ക് കഴിയുക എന്നുള്ളതാണ് പ്രധാനം. അതിന് ആകെയുള്ള പരിഹാരം, ഇഫ് യു വോണ്ട് ടു മൂവ് ദ വേൾഡ്, ഫസ്റ്റ് മൂവ് യുവർ സെൽഫ്. ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ദ വേൾഡ്, ചേഞ്ച് യുവർ സെൽഫ്. ലോകത്തെ മുഴുവനും മാറ്റണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ മാറ്റുക. നിങ്ങൾക്ക് സമൂഹത്തെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെ മാറ്റുക. നമ്മളെ മാറ്റാതെ, നമ്മൾ മാറാതെ ഇനി ഒരു ലോകത്തെ മാറ്റാനൊന്നും കഴിയില്ല. എന്നോട് ഈ അടുത്തൊരു ട്രെയിനർ പറഞ്ഞ സങ്കടമുള്ള അനുഭവമുണ്ട്. അദ്ദേഹം ഇങ്ങനെ ക്ലാസ്സിന് പോയിട്ട് കുറേ അനുഭവമൊക്കെ പറയുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത്രേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങൾ നന്നായി പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ല നിലയിലെത്താവും. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാനൊക്കെ ഈ നിലയിൽ എത്തിയെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുത്തെ ചാടി ചോദിച്ചു, സാർ ഏത് നിലയിൽ എത്തിയെന്നാണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ നോക്കുമ്പോൾ ഈ സാധുവിനെ ഇയാൾക്ക് അറിയാം, ഇവന് നല്ല ക്ലോസായി അറിയുന്ന ഒരാളാണ്. നോക്കും മൂപ്പര് ഡിഗ്രിയും കഴിഞ്ഞിട്ട് വേറൊന്നും പഠിക്കാതെ ഈ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് ഏർപ്പാടായിട്ട് നടക്കല്ലാതെ വേറൊന്നുമില്ല. ഈ ചോദ്യത്തിന് അയാൾക്ക് ഉത്തരമൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഉത്തരമൊന്നും പറയാൻ പറ്റാണ്ട് ഇപ്പോൾ സദസ്സിന് എണീച്ചിട്ട് സംഘാടകരായ ഒരാൾ കുറവാണ്ടെന്ന് കരുതിയിട്ട് പറഞ്ഞു അത്രേ, അദ്ദേഹം ഉദ്ദേശിച്ചത് നിങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ മൂപ്പര് വന്നില്ലേ, അതുപോലെയൊക്കെ ഒരു നല്ല നിലയിൽ എത്തണമെന്നാണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധുവിനെ രക്ഷപ്പെടുത്തി. എന്നോട് ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഐസായി, ഞാൻ ഇല്ലാതായിപ്പോയി, എനിക്ക് ഒരു തരത്തിൽ ആ സദസ്സിൽ എനിക്ക് പിന്നെ ഒന്ന് വർത്തമാനം പറയാൻ പോലും പറ്റില്ല. കാരണം ഇവൻ എന്നോട് ഇത് ചോദിക്കുന്നു ഞാൻ ഉറപ്പിച്ചിട്ടില്ല, ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഈ ജനറേഷനാണ് നിങ്ങൾ എൻ്റെ മുന്നിലുള്ളത്. അവരെ മുന്നിൽ പോയിട്ട് അങ്ങനെ നമുക്ക് തിരിച്ച് ചോദിക്കപ്പെടാതെയോ അല്ലെങ്കിൽ കേൾക്കുന്നത് വാലിഡേറ്റ് ചെയ്യാതെയോ ഉള്ളൊരു ജനറേഷനല്ല. അവരുടെ മുന്നിൽ നമുക്ക് ഷൈൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ യു ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ആ പറയുന്ന പരുവത്തിലേക്ക് വളരാനുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. ഒറ്റ കാര്യം ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ ഈ ഉള്ളുകുത്തിരി തിരിയാഞ്ഞിട്ടാണ്. മഴ പെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ കൈവക്ക് ഉണ്ട്, ഇല്ല എന്നുള്ളൊരു കൈവക്ക്. രണ്ടിൻ്റെ ഇടയിൽ ഇതിലുണ്ട്, പിന്നെ പെയ്യാനും പെയ്യാതിരിക്കാനും സാധനമാണ്. രണ്ടാമത്തേത്, നിങ്ങൾ ഇതുപോലത്തെ ഒരു ഫ്യൂച്ചർ ഫെസ്റ്റ്, ട്രെൻഡ് പോലത്തെ ഒരു ഓർഗനൈസേഷൻ, നിങ്ങൾ നടത്തുന്ന ഒരു ട്രെയിനിങ്, നിങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ സംവിധാനം, ഇതൊക്കെ നല്ല അച്ചടക്കത്തിലും മര്യാദയിലും നടക്കണമെന്ന് അഭിപ്രായമുള്ള ആളുകൾ, ഇതൊക്കെ നല്ല നിയന്ത്രണവും നിയന്ത്രിക്കപ്പെടുകയും വേണമെന്ന് അഭിപ്രായമുള്ള ആളുകൾ, ഇതൊക്കെ ചില നിയമവും ചട്ടമൊക്കെ വേണമെന്ന് അഭിപ്രായമുള്ള ആളുകൾ, എല്ലാവരും ഭൂരിപക്ഷം യുനാനിമസ്ലി ഏകപക്ഷീയം എല്ലാവരും അതിനെ അംഗീകരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം, ഒരു വയനാട്ടുകാരൻ്റെ സങ്കടമാണ്, വയനാട്ടിൽ റെയിൽവേ വരുമോ? വരുന്ന പ്രതീക്ഷയുള്ള കൈവക്ക്. ഇത്ര ആൾ വരില്ല എന്ന് പ്രതീക്ഷയുള്ള ആൾക്കാർ. ഇപ്പം നിങ്ങൾക്കൊക്കെ ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റും. പിന്നെ ഇനി നോക്കുക, അത് നിങ്ങൾ വിട്ടാണ്. നാലാമത്തെ എൻ്റെ ചോദ്യം, നിങ്ങളെ വേറൊരാൾ കയറി ഭരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇല്ല, ആർക്കും ഇഷ്ടമില്ല. ആവശ്യമാണെങ്കിൽ ആലോചിക്കാം, എന്നാലും പൊതുവെ അത്ര താല്പര്യമില്ല. ഒന്നാമത്തെ ചോദ്യങ്ങൾ വിട്ടാളാം, മഴ പെയ്യണേ പെയ്യട്ടെ, പെയ്യാതിരിക്കട്ടെ വിട്ടാളാം. മൂന്നാമത്തെ ചോദ്യങ്ങൾ വിട്ടാളാം, വയനാട്ടുകാർ ആലോചിച്ചോളും. അത് വരികയാണെങ്കിൽ ഞങ്ങൾ ഗതി ഇങ്ങനെയാണ്, ഞങ്ങളിങ്ങനെ ചുരത്തിലൊക്കെ കുടുങ്ങിയിട്ട് അങ്ങനെ മെല്ലെ മെല്ലൊക്കെ വയനാട്ട് കോഴിക്കോട്ട് കയറി അങ്ങനെ പോയിക്കോളും. രണ്ടാമത്തെ ചോദ്യം, നാലാമത്തെ ചോദ്യങ്ങൾ ആലോചിച്ചു നോക്കും. ഒരു സ്ഥാപനം, ഒരു സംവിധാനം, ഒരു ക്യാമ്പ്, ഒരു കൂട്ടായ്മ, ഒരു സംഘടന, ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വേദി, ഇതൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം? നിയമവും ചട്ടവും വേണം. അനുസരിക്കുകയും അനുസരിക്കപ്പെടുകയും വേണം. നിയന്ത്രിക്കുകയും നിയന്ത്രിക്കപ്പെടുകയും വേണം. നാലാമത്തെ ചോദ്യം എന്താ? നിങ്ങളെ നിയന്ത്രിക്കുന്ന ഇഷ്ടമാണോ? ഇല്ല. നിയമമൊക്കെ വേണം, പക്ഷെ നമ്മളെടുത്ത് അതൊന്നും പറ്റൂല. നിയന്ത്രണമൊക്കെ വേണം, പക്ഷെ നമ്മളോട് പറ്റൂല. അല്ലെങ്കിൽ അനുസരണയൊക്കെ വേണം, പക്ഷെ ഞങ്ങളിങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. എല്ലാവരും they all agree with the rules, nobody is willing to follow the rules. എല്ലാവർക്കും നിയമവും വേണം, ചട്ടമൊക്കെ വേണം. നമ്മളിങ്ങനെ ഇരുന്നിട്ട് പറയും ഇതൊന്നും ഇങ്ങനെ നടന്നാൽ പോരാ, ഇതൊക്കെ കുറച്ചുകൂടി ഉഷാറായിട്ട് നടത്തണം. അപ്പം നിങ്ങളോ? നമ്മളിങ്ങനെയൊക്കെ തന്നെ അങ്ങനെ വരും. കാരണം ഈ ബാച്ച് കൂടെ കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തണം. നമ്മളാരും ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തയ്യാറല്ല. എല്ലാവരും അതിരാവിലെ എഴുന്നേൽക്കുന്നവരാണ് വിജയികൾ എന്ന് ക്ലാസ് എടുക്കുന്നവരാണ് നമ്മളോ ആ ക്ഷീണം കൊണ്ട് ക്ലാസ് കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ രാവിലെ എണീക്കാൻ പറ്റാറില്ല. എന്നോടൊരു സാധു പറഞ്ഞു, ഒരിക്കലും മറക്കാറില്ല. ഞാൻ കോഴിക്കോട്ട് വണ്ടക്കുളങ്ങര അടുത്ത് ഒരു പള്ളിയിൽ ഹുത്തുബക്ക് നിൽക്കുമ്പോൾ എന്നോട് എൻ്റെ അടുത്ത് ഇവിടുത്തെ വലിയങ്ങാടിയിൽ അരിക്കച്ചവടം ചെയ്യുന്ന എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും വെള്ളിയാഴ്ച വന്നിട്ട് ജുമക്ക് ക്ലാസ് എടുക്കല്ലേ, ഒരു കാര്യം ചെയ്തൂടെ, സുബൈക്കേ എത്തിയാൽ സുബൈക്കും കൂടെ ഒരു ക്ലാസ് എടുത്താൽ ചെറുപ്പക്കാരൊക്കെ നന്നാവില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ച്, നമ്മളെ പഠിച്ച് വളരുന്നൊരു കാലമല്ലേ, പ്രസംഗിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ആവേശമായിട്ട് കാണുന്നൊരു കാലമാണ്. അപ്പോൾ ഞാനും അബദ്ധത്തിൽ വിചാരിച്ചു എന്തായാലും പോവാണ്. അപ്പോൾ തലേന്നേ വയനാട്ടിൽ നിന്ന് മാറിയാൽ പിറ്റേന്ന് രാവിലെ ക്ലാസ് എടുത്താൽ ഇങ്ങനെ രണ്ട് ഗുണമുണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ
ഞാൻ പറഞ്ഞു ഇന്ന് ഇൻഷാല്ലാ അടുത്ത വെള്ളിയാഴ്ച മുതൽ അങ്ങനെ വരാം, എന്നിട്ട് നമുക്ക് സുബൈക്ക് തുടങ്ങും, നിങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മൂപ്പര് പറഞ്ഞത് ഞാൻ വരലുണ്ടാവില്ല, കാരണം എനിക്ക് വരല് നടക്കില്ല, ഞാൻ നേരം വൈകില്ല. നിങ്ങളെ ക്ലാസ്സല്ല, അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാൽ എന്തായാലും ഒരു ഗുണം ഉണ്ടാവുമല്ലോ. അപ്പോൾ മൂപ്പര് ഉദ്ദേശിച്ചത് എനിക്കൊരു പണിയും കൂടെ എക്സ്ട്രാ ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ്. മൂപ്പരതിന് വരണമെന്നോ അതിൻ്റെ ഭാഗമാവണമെന്നൊന്നും ആലോചിച്ചു. അപ്പം ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വെള്ളി സുബൈക്ക് തുടങ്ങാം, കാരണം നിങ്ങളും കൂടെ വരുന്ന സമയത്ത് നമുക്ക് ഒന്നിച്ച് ആലോചിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അതോടെ നിന്നും പോയി. നമ്മൾ ആലോചിക്കേണ്ട സംഗതി, എല്ലാവർക്കും സംഗതികൾ ഇങ്ങനെ നടന്നാൽ മതി, ആ സംഗതികളുടെ ഭാഗമാകാൻ ആർക്കും ശ്രമമില്ല. അതിനുവേണ്ടി റിസ്ക് എടുക്കാൻ ആരും റെഡിയല്ല. സ്കൂളൊക്കെ ഉഷാറാവണം, കോളേജൊക്കെ ഉഷാറാവണം, സ്ഥാപനമൊക്കെ നന്നാവണം, സംഘടനയൊക്കെ ഉഷാറാവണം. എന്നാൽ വാട്ട് യു ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് ഫോർ ദാറ്റ്? അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി എക്സ്ട്രാ എന്താ ചെയ്യാൻ പറ്റുക? അത് പറ്റില്ല. സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ഇല്ല. സാക്രിഫൈസ് ചെയ്യാതെ, ത്യാഗമില്ലാതെ, കഠിനാധ്വാനം ചെയ്യാതെ, പരിശ്രമിക്കാതെ ഒന്നും നേടാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യാൻ ആരൊന്നും വിചാരിക്കരുത്. പറയാൻ എളുപ്പമാണ് മക്കളെ, സ്വപ്നം കാണൂ ഒക്കെ നേടിയെടുക്കാൻ പറ്റും. സത്യത്തിൽ സ്വപ്നം കാണാൻ ഒരു ചിലവില്ല. നമ്മൾ പ്രസംഗിക്കുന്നവരാണ്. ഇത്ര ചിലവുള്ളൊരു സാധനം സ്വപ്നം പോലെ വേറെ. ഡ്രീം ഈസ് റിയലി 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 എക്സ്പെൻസീവ്. ഡു യു അഗ്രി വിത്ത് മീ ഓർ നോട്ട്? ഒരു സ്വപ്നം കാണുന്ന, നിങ്ങൾ ഈ ട്രെയിനർ ആവണം, നിങ്ങൾ സ്വപ്നം കണ്ടില്ലേ? എന്തുമാത്രം എക്സ്പെൻസ് ഉള്ള സ്വപ്നം ഇത്! എത്ര ദിവസത്തെ കഠിനാധ്വാനം, എത്ര ബസ്സിന്റെ ചാർജ്, എത്ര സമയത്തെ അധ്വാനം, എത്ര ആളുകളുടെ പരിഹാസം. ഈ ഫോട്ടോ കിട്ടി നിങ്ങൾ ഒരുത്തനോട് പറയാണ് ഞാൻ ട്രെയിനറായിടാൻ, എനിക്ക് കാറ്റാ. നമ്മൾ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കും ചെങ്ങായിനോടാണല്ലോ പഠിച്ചോണ്ട് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കേട്ടിട്ടും ത്യാഗം ചെയ്തിട്ടല്ലേ നിങ്ങൾ നേടിയത്. ഡ്രീം ഈസ് റിയലി റിയലി എക്സ്പെൻസീവ്. ഇന്ന് ലോകത്ത് എന്തെങ്കിലും ചിലവുള്ള സാധനം ഉണ്ടെങ്കിൽ അത് സ്വപ്നം കാണലാണ്. അത് ചിലവില്ലാത്ത സ്വപ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു പണിയില്ലാത്ത സ്വപ്നമാണ്. അതിട്ട് നേടണമെന്നില്ല, നമ്മളങ്ങനെ വെറുതെ കണ്ടാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ശക്തമായ സ്വപ്നങ്ങൾ കാണുക, ഫ്യൂച്ചറിനെ കുറിച്ച് നന്നായി ആലോചിക്കുക, ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ ആലോചനകൾ ഉണ്ടാവുക. എന്ത് മാറ്റങ്ങൾ വരുത്തുമ്പോഴും നിങ്ങൾ അതിലൂടെ പോകുന്നവരാണെന്ന് തീരുമാനിക്കുന്ന മനസ്സുണ്ടാവുക. സോ യു വിൽ റോക്ക് ലൈക്ക് എനിത്തിങ്. അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നല്ല മാറ്റത്തിൻ്റെ തുടക്കമായി ഈ ഒരു ഫ്യൂച്ചർ ഫെസ്റ്റിലെ ഈ സായാഹ്നം മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നാളെ ഓർമ്മിക്കപ്പെടുന്ന, ഒരുപക്ഷെ ഈ ലോകവും കാലവും ഓർമ്മിക്കുന്ന ഏറ്റവും നല്ല പ്രതിഭകളായ നേതാക്കളുടെ കൂട്ടത്തിൽ ഈ കൂടിയിരിക്കുന്ന പ്രതിഭാധനരായ ട്രെൻഡിൻ്റെയും ഫ്യൂച്ചർ ഫെസ്റ്റിൻ്റെയും ഭാഗമായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നമ്മളിൽ ആർക്കെങ്കിലുമൊക്കെ കഴിയട്ടെ, അല്ലെങ്കിൽ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട്, നമ്മൾ വാഹനങ്ങൾ വാങ്ങുന്നത് നമ്മൾ കാർ പോർച്ചിൽ നിർത്തിയിടാനല്ല, അതേത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും മറികടന്ന് അത് നിരത്തിലൂടെ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്താനാണ്. നമ്മൾ കപ്പലുകൾ വാങ്ങുന്നത് തുറമുഖത്ത് നങ്കൂരമിട്ട് നിർത്തിയിടാനല്ല, കാറ്റിനെയും കോളിനെയും ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് ഏത് പ്രതികൂലമായ തിരകളെയും മറികടന്ന് യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്താനാണ്. പടച്ചോന് ഭൂമിയിൽ നമ്മളെ പറഞ്ഞയച്ചത് ഈ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും വേദനകളെയും ആദികളെയും വ്യാധികളെയും ഒക്കെ മറികടന്ന് അതിശക്തമായ കരുത്തോടെ ഒഴുകി അപ്പുറത്തെത്താനാണ്, ലക്ഷ്യത്തിലേക്ക് എത്താനാണ്. ആ ലക്ഷ്യം മനസ്സിൽ ശക്തമാണെങ്കിൽ നിങ്ങളെ മുന്നിൽ വരുന്ന ഒരു പ്രതിസന്ധിയും നിങ്ങൾക്ക് പ്രതിസന്ധിയായി തോന്നില്ല. നമ്മൾ അവിടെ എത്തുന്നത് വരെ വിശ്രമിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതിശക്തമായി നമ്മൾ ആ നേടിയെടുക്കുന്നത് വരെ ജാഗ്രതയോടുകൂടി പോകുന്നൊരു മനസ്സുണ്ടാവും. അതുകൊണ്ട് ചെറിയ ചെറിയ സ്വപ്നങ്ങളിൽ നിങ്ങൾ ഒരിക്കലും അതിൽ സംതൃപ്തി അടയരുത്. അസീം പ്രേംജി പറഞ്ഞതുപോലെ, when you share your dream, if people are laughing at you, ensure your dream is really big. നിങ്ങളൊരു സ്വപ്നം പറയുമ്പോൾ കൂടെയുള്ള മനുഷ്യരെ കളിയാക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളാം നിങ്ങളുടെ സ്വപ്നം വലുതാണ്. When you share your dream, nobody is laughing at you and they all realizing you have a dream. നിങ്ങൾ സ്വപ്നം പറയുമ്പോൾ ഒരാളും ചിരിക്കുന്നില്ല, പരിഹസിക്കുന്നില്ല. അവരൊക്കെ പറഞ്ഞു ഇങ്ങൾക്കുണ്ടല്ലോ ഡ്രീം എന്ന് പറഞ്ഞ് സാധാരണ പോലെ നിങ്ങളെ കണ്ടാൽ, ഇഫ് ദേ കീപ്പിംഗ് യു ഓർഡിനറി, അങ്ങനെ കണ്ടാൽ ഉറപ്പിച്ചോളാം യുവർ ഡ്രീം ഈസ് വെരി വെരി സ്മോൾ. നിങ്ങളുടെ സ്വപ്നം വളരെ വളരെ ചെറുതാണ്. നമ്മളൊരു സ്വപ്നം പറയുമ്പോൾ കൂടെ ഇരിക്കുന്നവർ ചിരിക്കണം, മറ്റുള്ളവർക്ക് കളിയാക്കാൻ തോന്നണം, നിനക്ക് ഇപ്പം നടക്കാനാണെന്ന് ചോദിക്കണം. അങ്ങനെ ആളുകളെപ്പോലും അത്ഭുതപ്പെടുത്തുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്ന സ്വപ്നങ്ങൾ കണ്ടിട്ട് പോയാൽ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യു വിൽ അച്ചീവ് ഇറ്റ്. പക്ഷെ കുറച്ചു കാലം കാത്തുക്കാനുള്ള മനസ്സ് വേണം, ക്ഷമയോടുകൂടി ചെയ്യാനുള്ള പരിശ്രമിക്കാനുള്ള മനസ്സ് വേണം, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള ഹൃദയം ഉണ്ടാകണം. then we will reach to the heights which we are aspiring in our life. അങ്ങനെ നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you, Dr. Rashid Ghazali.